ഇന്ന് നമ്മളൊരു ഹോട്ടൽ സ്റ്റൈൽ മീൻ കറിയാണ് ചെയ്യുന്നത്. അതിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഞാൻ. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവ ആദ്യം ഒന്ന് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്കൊരു 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിൽ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഉള്ളി ഏകദേശം ഇത്രയ്ക്കൊന്ന് വഴന്ന് വന്നാൽ മതി, ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട. ഒന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മീൻ കറിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇനി എരിവ് കുറച്ചുകൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാകും. പക്ഷേ ഈ ഒരു 2 ടേബിൾ സ്പൂൺ കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം ഒരു സ്പൈസി വേണമല്ലോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1.5 തക്കാളി ചെറുതായി മുറിച്ചതാണ്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ വേണ്ടി വരും. നമുക്ക് അത്യാവശ്യം വലിയ തക്കാളി ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു കറിയിലേക്ക് നമ്മൾ കൊടംപുളിയല്ല ചേർക്കുന്നത്, വാളൻപുളിയാണ്. അപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുക്കുക. ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് നേരം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പുളി കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണിത്. ഇത് നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ കയ്യിലുള്ള പുളിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ പുളി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പുളി കൂടുതൽ വേണ്ട. നമ്മുടെ ഈ ഹോട്ടൽ മീൻ കറി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും നമ്മൾ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, നാടൻ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മീൻകറിൻ്റെ ടേസ്റ്റ് ആട്ടോ. ഇവിടെയൊക്കെ ആവുന്ന സമയത്ത് ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ബാച്ചിലേഴ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള മീൻകറിയാണിത്, ആ ഒരു ടേസ്റ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒഴിച്ചത് കറക്റ്റ് ആയിരുന്നില്ല, ഇപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീൻ കറിയിൽ ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ, അപ്പോൾ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. അത്യാവശ്യം ഒരു തിക്ക് ഗ്രേവി ആയിരിക്കണം. ഇപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോട്ടൽ മീൻ കറിയിലേക്ക് ഇനി മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ കടുക് കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. ഉലുവ കടുക് വറുത്ത് പൊടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുപോലെ കുറച്ച് കടുക് ഉലുവ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ, ടേസ്റ്റ് മാറിപ്പോകും. അങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്തതിൽ നിന്നും 1 ടീസ്പൂൺ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറിക്ക് കറക്റ്റ് ആ ഒരു ഹോട്ടൽ ടേസ്റ്റിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായത്തിൻ്റെ പൊടി. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാകാം മീൻ കറിയിൽ കായം ചേർക്കുമോ എന്നുള്ളത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാകും. ഒരു 1/2 ടീസ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇത് ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ മീൻ ചേർക്കേണ്ട, കാരണം നമ്മുടെ ഗ്രേവിയിലേക്ക് പുളി അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ടേസ്റ്റ് കറക്റ്റ് ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി സമയം കൂടി തിളപ്പിച്ചാൽ മതി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലപ്പൊടികളുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് കറക്റ്റ് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു 450 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു ദശക്കട്ടിയുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് മീൻ, അതായത് കഷ്ണമീൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഹോട്ടൽ ടൈപ്പിലുള്ള കറി ഉണ്ടാക്കാനായിട്ട് അയില, മത്തി അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണുള്ളത് ആ ഒരു മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
മീൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തവിയൊന്നും ഇട്ട് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി, മൊത്തത്തിൽ മസാലയൊക്കെ മീനിലേക്ക് എത്തുന്ന രീതിയിൽ. ഇനി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ വേവിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ കുറച്ചൊരു വേവുള്ളതാണ്, ഒരു 10-12 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏത് മീനാണോ എടുക്കുന്നത്, ഇപ്പോൾ അയില മത്തിയൊക്കെ വന്ന സമയത്ത് അത്രയ്ക്കൊന്നും സമയം വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അത്ര സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം, നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഇടയ്ക്ക് നമ്മൾ ചട്ടി ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കണം, മീനിൻ്റെ വേവൊക്കെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ചട്ടി അടച്ചു വെച്ചിട്ടൊന്നല്ല കേട്ടോ മീൻകറി വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് കുക്കാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഉലുവ, കടുക് പൊടി അല്ലെങ്കിൽ കായൊക്കെ ഒരു ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ചില ചെറിയ ഹോട്ടലുകളിൽ നിന്നൊക്കെ മീൻ കറി കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇങ്ങനെ മുൻപിൽ നിൽക്കലുണ്ട്. അപ്പോൾ എല്ലാ ഹോട്ടലുകളിലൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് ഹോട്ടലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. നമ്മുടെ കായം ത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ കുറച്ച് കടുക്, ഉലുവ വറുത്ത് പൊടിച്ചിട്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ആ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കാരണം നമ്മൾ മീൻകറി ഉണ്ടാക്കി വെച്ചൊരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറുകിക്കോളും. പിന്നെ നമ്മൾ എടുക്കുന്ന മീൻ കറക്റ്റ് വെന്തിട്ടുണ്ടോ നോക്കുക, അങ്ങനെ വെന്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മീൻ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അടച്ചു വെക്കുന്നതിന് മുൻപായിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉറ്റിച്ചു കൊടുക്കുക, ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമല്ല. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുന്ന സമയത്ത് കൈകൊണ്ട് ഒന്നങ്ങ് മുറിച്ച് ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോളും. ഇപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് ഇത് ഒരുപാട് ഗ്രേവി ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവും, പക്ഷെ ഇത്രയ്ക്കൊരു ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം നമ്മൾ ഇതിനെ അടച്ചു വെക്കുന്നുണ്ട്, ആ സമയത്ത് ഒന്നുകൂടെ കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇതിലേക്ക് സവോളയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട്. സാധാരണ എപ്പോഴും നമ്മൾ മീൻ കറി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറേ അടച്ചു വെച്ചിട്ടുള്ളൂ. നമ്മൾക്ക് കഴിയുന്ന പോലെ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ ഗ്രേവിയൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ മീൻ കറി. ഈ ഒരു രീതിയിൽ ഈ ഒരു ഗ്രേവി ആകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഭയങ്കര തിക്കും അല്ല. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നവർക്ക് അറിയാമല്ലോ കറക്റ്റ് ഒരു ടെക്സ്ചർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഞാനിവിടെ ഗോതമ്പ് പത്തിരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്